സീക്രട്ട് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിന് വേണ്ടി തലശ്ശേരി അതിരൂപതയും ശാലോൺ ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പ്രോഗ്രാമാണ് സീക്രട്ട്. നമ്മുടെ ഈ പ്രോഗ്രാമിൽ ക്ലാസുകൾ നയിക്കുന്നതിനും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുവാനായി എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും ഭാരത ദൈവശാസ്ത്ര കമ്മീഷൻ അംഗവും സീറോ മലബാർ സഭയുടെ മാധ്യമ കമ്മീഷൻ ചെയർമാനുമായ അഭിവന്ദ്യമാർ ജോസഫ് പാമ്പ്ളാനി പിതാവാണ്. പിതാവിന് ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കാനും തങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിക്കുവാനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ ചെമ്പേരി ഫൊറോനയിലെ പൂപ്പറമ്പ് അൽഫോൻസോ മരിയോ ഫുസ്കോ ഇടവകയിലെ മതാധ്യാപകരാണ്. അധ്യാപകരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ക്ലാസ്സിലേക്കും ചർച്ചയിലേക്കും പ്രവേശിക്കാം. അടുത്ത ചോദ്യം ആരാണ്? ബീന ടീച്ചറാണ്. ടീച്ചറുടെ ചോദ്യം എന്താണ്? പിതാവേ, മൂന്നാമത്തെ കൽപ്പന സാബത്തിന്റെ വിശുദ്ധിയെ പറ്റി ഓർമ്മിപ്പിക്കുന്നു. എന്താണ് സാബത്തിന്റെ വിശുദ്ധി എന്ന് പറയുന്നത്? യെസ്, ടീച്ചർ ഇങ്ങനെ കടങ്കഥ പോലെയാണ് ചോദിച്ചല്ലേ. സാബത്തിൻ്റെ വിശുദ്ധി എന്താണ്? സാബത്തിൻ്റെ വിശുദ്ധി എന്താണ് എന്ന് ടീച്ചർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. എന്താണ് സാബത്തിൻ്റെ വിശുദ്ധി? സാബത്തിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത് അത് ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കാവുന്നൊരു കാര്യമല്ല. എന്താണ് സാബത്തിൻ്റെ വിശുദ്ധി എന്ന് ചോദിച്ചാൽ അത് ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഒന്നാമതായി അത് സാബത്തിൽ ചില പ്രവർത്തികളിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട്. പ്രവർത്തികൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അത് യഹൂദരുടെ കാലത്തെ വിശുദ്ധ സങ്കല്പം അല്ല ഇന്നത്തെ കാലത്തെ സങ്കല്പം എന്ന് പറയുന്നത്. അതുകൊണ്ട് സാബത്തിൻ്റെ വിശുദ്ധി എന്നുള്ളത് ഒരു വാക്കിൽ നമുക്കങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ടത് വളരെ വിശാലമായ ചോദ്യമാണ്. വരും ചോദ്യങ്ങൾക്കെല്ലാം ആമുഖമായിട്ട് ആ ചോദ്യത്തെ വേണമെങ്കിൽ മൂന്നാം പ്രമാണത്തിൽ കരുതാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ അന്ന് ചെല്ലേണ്ട പ്രാർത്ഥനകളുണ്ട്, അന്ന് ചെല്ലേണ്ട പ്രത്യേകമായ അനുഷ്ഠാനങ്ങളുണ്ട്, ചെയ്യേണ്ട അന്നത്തെ വായിക്കേണ്ട വചനങ്ങളുണ്ട്. അവയെല്ലാം ചെയ്യുന്നത് ഈ സാബത്തിൻ്റെ വിശുദ്ധിയുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അന്ന് ഭക്ഷണം കഴിക്കേണ്ട രീതികളുണ്ട്, അതെല്ലാം ഈ സാബത്തിൻ്റെ വിശുദ്ധിയുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അടുത്ത ചോദ്യം ആരാണ്? സ്മിത്താണ്. സ്മിത്തിൻ്റെ ചോദ്യം എന്താണ്? പിതാവെ, ദൈവപ്രമാണങ്ങളിലെ മൂന്നാമത്തെ കൽപ്പന തിരുസഭയുടെ ഒന്നാമത്തെ കൽപ്പനയെ സ്വീകരിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രാധാന്യം കൊണ്ടാണ്. മാത്രമല്ല അങ്ങനെ ഒരു ആവർത്തനത്തിൻ്റെ ആവശ്യകതയുണ്ടോ? യെസ്, സ്മിത്തിൻ്റെ ചോദ്യം വളരെ കഠിനമായൊരു ചോദ്യമാണ് അല്ലേ. സ്മിത്ത്, അതിൻ്റെ പേര് തന്നെ മലയാളികൾക്ക് വളരെ കുറവായിരിക്കും. ഇത് എവിടെ നിന്ന് കിട്ടി ഈ പേര് സ്മിത്തിന്? കിട്ടതാണ്. അയലോക്കത്ത് ചേച്ചി. പെങ്ങന്മാരുടെ പേര് വളരെ സ്മിത എന്നാണ്. ആ സ്മിത എന്നുള്ള പേരിൽ നിന്ന് ഒരു പുരുഷനാമം ഉണ്ടാക്കിയെടുത്താണ് സ്മിത്ത് അല്ലേ. ആ ചേച്ചിയുടെ ഭാവന ഭയങ്കരമാണ്. സ്മിത്തിൻ്റെ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഏതാണ് ചോദിച്ചത്? കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം എന്നുള്ള മൂന്നാം ദൈവകൽപ്പന തന്നെയാണ് ഒന്നാമത്തെ തിരുസഭയുടെ കൽപ്പനയായി അവതരിപ്പിക്കുന്നത്. അതിൻ്റെ പ്രാധാന്യം കൊണ്ടാണോ അത് ചോദിക്കുന്നത്, അല്ലെ എന്തിനെങ്ങനെ ആവർത്തിക്കുന്നതെന്ന് രണ്ട് ചോദ്യങ്ങളാണ് സ്മിത്ത് ചോദിച്ചത് അല്ലേ. യെസ്, അപ്പോൾ ഈ ചോദ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒന്ന് അതിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കാൻ വേണ്ടി തന്നെയാണ്. രണ്ട്, അതിൻ്റെ വ്യത്യാസവും കൂടി കാണിക്കണം. അതായത് ദൈവപ്രമാണത്തിലെ കർത്താവിൻ്റെ ദിവസം എന്ന് പറയുന്നത് എന്താണ്? ശനിയാഴ്ചയാണ്, അതായത് സാബത്ത് ദിവസമാണ്. അതേസമയം തിരുസഭയുടെ കൽപ്പനയിലോ ഞായറാഴ്ചയുടെ പ്രാധാന്യമാണ് എടുത്തു കാണിക്കുന്നത്. അപ്പോൾ ആഴ്ചവട്ടത്തിലെ ഒരു ദിവസം കർത്താവിനായി നീക്കി വയ്ക്കപ്പെട്ടതാണ് എന്നുള്ള ദൈവകൽപ്പന ഊന്നിപ്പറയുന്നതോടൊപ്പം ആ നീക്കി വയ്ക്കപ്പെട്ട ദിവസം നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഉയർത്തെഴുന്നേറ്റ ഞായറാഴ്ചയാണ് എന്ന് സ്ഥാപിക്കുക എന്നതും കൂടി ഈ തിരുസഭയുടെ കൽപ്പന ഊന്നിപ്പറയുന്നുണ്ട്. അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം എന്നുള്ള ആ കൽപ്പനയെ തിരുസഭയുടെ കൽപ്പന അതേപടി അങ്ങ് പറയുമല്ലോ. ഇത് ഞായറാഴ്ചകളിലും കടവുള്ള ദിവസങ്ങളിലും മുഴുവൻ കുർബാനയെ പങ്കുകൊള്ളണം. അന്നേ ദിവസം വിലക്കപ്പെട്ട വേലകൾ ചെയ്യാൻ പാടില്ല
എന്ന് പറയുമ്പോൾ ഈ വേലകൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത് സാപത്തിൻ്റെ അതേ നിയമം എടുത്തു വയ്ക്കുമ്പോൾ തന്നെ ഈ ശനിയാഴ്ചയിൽ നിന്ന് ഞായറാഴ്ചയിലേക്കുള്ള അഥവാ സാപത്ത് ദിനത്തിൽ നിന്ന് കർത്താവിൻ്റെ ഉത്ഥാന ദിനത്തിലേക്കുള്ള ഒരു മാറ്റം ഈ രണ്ടാമത്തെ കൽപ്പനയിൽ അഥവാ തിരുസഭയുടെ ഒന്നാം പ്രമാണത്തിൽ വ്യക്തമാണ്. വ്യക്തമായല്ലോ അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, സിന്ധു ടീച്ചറാണ്. ടീച്ചർ ചോദ്യം എന്താണ്? പിതാവേ, എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ സാബത്ത് ശനിയാഴ്ചയ്ക്ക് പകരം ഞായറാഴ്ച ആചരിക്കുന്നത്? സിന്ധു ടീച്ചറിൻ്റെ ചോദ്യം, എന്തുകൊണ്ടാണ് ശനിയാഴ്ചയ്ക്ക് പകരം ഞായറാഴ്ച ക്രിസ്ത്യാനികൾ സാബത്ത് ആചരിക്കുന്നത്? ഒന്ന്, ക്രിസ്ത്യാനികൾ സാബത്ത് ആചരിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം, അല്ലേ? ക്രിസ്ത്യാനികൾ ഞായറാഴ്ചയാണ് ആചരിക്കുക. എന്താണ് ഈ സാബത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം? സാബത്ത് എന്ന് പറഞ്ഞാൽ ഹീബ്രു പദത്തിൽ വിശ്രമിക്കുക എന്നുള്ള അർത്ഥമാണ്. ദൈവം 6 ദിവസം കൊണ്ട് സൃഷ്ടികർമ്മം പൂർത്തിയാക്കി 7-ാം ദിവസം വിശ്രമിച്ചു. അതുകൊണ്ട് അത് സാബത്താണ്. ഇതാണ് യഹൂദ സങ്കല്പം. ദൈവം വിശ്രമിച്ചതിനെയാണ്, അല്ലെങ്കിൽ തൻ്റെ സൃഷ്ടി പൂർത്തിയാക്കിയതിനെയാണ് ഈ പഴയ നിയമത്തിലെ സാബത്തിലൂടെ ലക്ഷ്യം വെച്ചത്. എന്നാൽ പുതിയ നിയമത്തിലെ പുതിയ സൃഷ്ടി കർത്താവ് പൂർത്തിയാക്കിയത് തൻ്റെ ഉത്ഥാനത്തിലൂടെയാണ്. അതുകൊണ്ട് ഈശോ ഉത്ഥാനം ചെയ്ത ഞായറാഴ്ചയാണ് കർത്താവിൻ്റെ ദിവസമായി ക്രിസ്ത്യാനികൾ ആചരിക്കുന്നത്. രണ്ടും സൃഷ്ടിയുടെ പൂർത്തീകരണത്തെയാണ് വിഭാവനം ചെയ്യുന്നത്. പഴയ നിയമത്തിൽ 6 ദിവസം കൊണ്ട് ദൈവം നടത്തിയ സൃഷ്ടികർമ്മത്തെ പൂർത്തിയാക്കിയ ദിവസമാണ് സാബത്ത്. അന്ന് ദൈവം വിശ്രമിച്ചു, അതുകൊണ്ട് സാബത്താണ് എന്ന് പറഞ്ഞു. എന്നാൽ പുതിയ നിയമത്തിൽ ക്രിസ്തു തൻ്റെ സൃഷ്ടി പൂർത്തിയാക്കുന്നത് ഉത്ഥാനത്തിലൂടെയാണ്. ഉത്ഥാനം വഴിയാണ് അവിടുന്ന് മനുഷ്യവംശത്തെ പുതിയ സൃഷ്ടികളാക്കി രൂപപ്പെടുത്തിയത്. അതുകൊണ്ട് ഈ ഉത്ഥാനം ചെയ്ത ഞായറാഴ്ച ക്രിസ്ത്യാനിയുടെ സാബത്ത് ദിനമായി മാറി എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഇത് ആദിമസഭയിലെ ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു. ആദിമസഭയിൽ ഇത് ഒറ്റ ദിവസം കൊണ്ടൊന്നും മാറ്റിയെടുക്കാൻ പറ്റുന്നല്ല. കാരണം യഹൂദ ക്രിസ്ത്യാനികൾക്ക് സാബത്ത് ആചരിക്കാതിരിക്കാൻ മേല. കാരണം അവർ നാളിതുവരെയും ആചരിച്ചുകൊണ്ട് വന്നിരുന്ന ഒരു പതിവാണത്, അല്ലേ? അതുകൊണ്ട് എന്തു ചെയ്തു? യഹൂദ ക്രിസ്ത്യാനികൾ സാധാരണ യഹൂദരെ പോലെ സിനഗോഗിൽ പോയിരുന്ന സാബത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളും കർമ്മങ്ങളും അനുഷ്ഠിച്ചു. അതിനുശേഷം ക്രിസ്ത്യാനികളല്ലാത്ത യഹൂദർ പോവും, വീട്ടിൽ പോവും. ക്രിസ്ത്യാനികളായ യഹൂദരെന്ത് ചെയ്യും? പിന്നെ അവിടെ ഇരിക്കും. അവർ ശനിയാഴ്ച വൈകുന്നേരം തൊട്ട് എന്തു ചെയ്യും? ഞായറാഴ്ചയുടെ പ്രാർത്ഥനകളും കർമ്മങ്ങളും ചെയ്ത് അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്തിയ ശേഷം അവർ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുമായിരുന്നു. അതുകൊണ്ട് ഇത് യഹൂദരുടെ ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് ക്രൈസ്തവരുടെ കാഴ്ചപ്പാടിലേക്കുള്ളൊരു മാറ്റം, ക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന് ക്രിസ്ത്യാനികൾ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, അല്ലേ? നമ്മൾ സൊല്ലോരാജ്ഞി ചെല്ലുമ്പോൾ ചൊല്ലുന്നതാണ്. സൊല്ലോരാജ്ഞി ആനന്ദിച്ചാലും എന്തെന്നാൽ ഭാഗ്യവതിയായ നിൻ്റെ തിരുവുദരത്തിൽ അവതരിച്ചാൽ അരുളി ചെയ്ത പോലെ ഉയർത്തെഴുന്നേറ്റു. ഈ യഹൂദ ക്രിസ്ത്യാനികൾ പരസ്പരം ഗ്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയായിരുന്നു. രണ്ടുപേര് കടന്നു പോകുമ്പോൾ അത് മതവർദ്ധനത്തിൻ്റെ കാലമല്ലേ? ക്രിസ്ത്യാനികളെ ആണോ എന്ന് എങ്ങനെയാണ് അറിയുന്നത്? നമുക്കറിയാം, മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ അവർ ഗ്രീറ്റ് ചെയ്യുന്നൊരു രീതിയുണ്ട്, അല്ലേ? അപ്പോൾ അതുപോലെ ക്രിസ്ത്യാനികൾക്കിടയിൽ ഒരു ഗ്രീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു? അവർ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നൊരാൾ പോകുമ്പോൾ അങ്ങ് പറയും. മറ്റവൻ പോയത് ക്രിസ്ത്യാനിയാണ്, അവൻ തിരിച്ചു നിന്ന് എന്ത് പറയും? അവിടുന്ന് സത്യമായും ഉയർത്തെഴുന്നേറ്റു, 3-ാം നാൾ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് പറയും. അപ്പോൾ രണ്ടുപേരുടെ ഷെയ്ക്കാൻ്റെ കൊടുത്ത് ഹല്ലേലൂയ എന്ന് പറയും. അതായിരുന്നു ആദിമസഭയിലെ ഒരു ഗ്രീറ്റിംഗ് രീതി എന്ന് പറയുന്നത്. കർത്താവ് ഉയർത്തെഴുന്നേറ്റു, അവിടുന്ന് സത്യമായി ഉയർത്തെഴുന്നേറ്റു, അവിടുന്ന് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഏതാണ് ഈ 3-ാം നാൾ? വെള്ളിയാഴ്ച ഈശോ മരിക്കുന്നു, വെള്ളി 1, ശനി 2, ഞായർ 3. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നത് പുതിയ നിയമം ഇങ്ങനെ ആവർത്തിച്ച് പഠിപ്പിക്കുന്നത്
ഈശോ ഉയർത്തെഴുന്നേറ്റത് ഞായറാഴ്ചയായിരുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആദിമസഭയുടെ ഏറ്റവും വലിയ വെല്ലുവിളി ഈ വിശുദ്ധ ദിവസം ശനിയാഴ്ചയിൽ നിന്ന് ഞായറാഴ്ചയിലേക്ക് പറിച്ചു നടുക എന്നുള്ളതായിരുന്നു. അത് അവർ വളരെ ശ്രമകരമായ നീക്കത്തിലൂടെ വിജയിപ്പിച്ചെടുത്തു എന്നുള്ളതാണ് സത്യം. അടുത്ത ചോദ്യം ആരാണ്? ഡേസി ടീച്ചറാണ്. ടീച്ചറുടെ ചോദ്യം എന്താണ്? പിതാവേ, ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഒരു വ്യക്തി തൻ്റേതായ ജോലികളിൽ ഏർപ്പെടുന്ന തെറ്റാണോ? അതുപോലെ തന്നെ വിലക്കപ്പെട്ട വേലകൾ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ടീച്ചർ വളരെ ലളിതമായി ചോദിച്ചെങ്കിലും വളരെ കഠിനമായ ചോദ്യമായിരുന്നു അല്ലേ? വിലക്കപ്പെട്ട വേലകൾ എന്താണ്? യെസ്, ഒന്ന്, ഞായറാഴ്ച വിശ്രമിക്കാനുള്ള ദിവസമാണ്. മനുഷ്യനിങ്ങനെ വെറുതെ പണിയെടുക്കുന്ന യന്ത്രമല്ല. മനുഷ്യൻ എന്താണ്? അവന് വിശ്രമം ആവശ്യമുണ്ട്. അതിനൊരു ആധ്യാത്മികതയുണ്ട്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം എന്തിനാണ് ദൈവം ഇങ്ങനെ വിശ്രമിക്കണമെന്ന് പറഞ്ഞ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, സാബത്തിൻ്റെ കൽപ്പനയുടെ പിന്നാമ്പുറത്ത് ഒരു വലിയ സാമൂഹ്യ ബോധമുണ്ട്. എന്താണ് ദൈവം പറഞ്ഞത്? നീ 7-ാം ദിവസം വിശ്രമിക്കണം, കാരണം നിൻ്റെ ദൈവമായ കർത്താവ് വിശ്രമിച്ച ദിവസമാണ്. അന്നേ ദിവസം നിൻ്റെ വീട്ടിലെ കാളയോ കഴുതയോ അടിമകളോ പണിയെടുക്കാൻ പാടില്ല. നീ മാത്രം പണിയെടുക്കാതിരുന്നാൽ പോരാ. അന്ന് വീട്ടിലെ കാളയ്ക്കും കഴുതയ്ക്കും വീട്ടിലെ ജോലിക്കാർക്കും വിശ്രമമാണ്. അത് പറയുമ്പോൾ അതിൻ്റെ പിന്നിലൊരു വലിയ രഹസ്യമുണ്ട്. എന്താണ്? ഈ പാവ അടിമകളെ കൊണ്ട് 7 ദിവസവും പണിയെടുപ്പിക്കുക, 24 മണിക്കൂറും പണിയെടുപ്പിക്കുക. അവർക്ക് അടിമകളാണ്. പരമാവധി അവരെ ഊറ്റിപ്പിഴിഞ്ഞ് ജോലി ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഈ യജമാനന്മാരുടെ രീതി. ദൈവം സാബത്ത് കൊണ്ടുവന്നതിൻ്റെ ആശ്വാസം ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ആരാണ്? ഈ അടിമകളാണ്. അന്ന് നീ മാത്രം പണിയെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഈ പാവം വീട്ടിലിരിക്കുന്നവരുടെ ജോലി ഇരട്ടിക്കും, ഇല്ലേ? നിങ്ങൾ ടീച്ചർമാർക്കറിയാം, വീട്ടുകാരനും പിള്ളേരും ഒരു പണിയില്ലാതെ വീട്ടിലിരിക്കുന്ന നേരമാണ് നിങ്ങൾക്ക് ഇരട്ടിപ്പണിയല്ലേ? അവർ 2 നേരം 4 നേരം തിന്നും, അപ്പോൾ പണി കൂടും. എന്നതുപോലെ ചുമ്മാ ഇരിക്കുമ്പോൾ അതുണ്ടാക്കിച്ച് ഇതുണ്ടാക്കിച്ച് തിന്നുമായിരുന്നു. ഇത് ഒഴിവാക്കാൻ വേണ്ടി ദൈവം പറഞ്ഞെന്താണ്? സാബത്ത് ദിവസം അവരും പണിയെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതെന്തൊരു വലിയ ആശ്വാസമാണ് അവർക്ക് കൊടുത്തത്. ഒരു ദിവസം അവർക്ക് സമാധാനമായിട്ട് നീണ്ടു നൂർന്ന് കിടക്കുക, ആരും ഒന്നും ചോദിക്കുകയില്ല. കാരണം എന്താണ്? അന്ന് വിശ്രമിക്കാൻ പറ്റുന്ന ദിവസം. അതൊരു സാമൂഹിക മാനമുണ്ട് ഈ സാബത്തിൻ്റെ പിന്നാമ്പുറത്ത്. ഈ ഞായറാഴ്ചയുടെയും ചിന്ത അതാണ്. അതായത് നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും അന്ന് വിശ്രമം കൊടുക്കണം എന്നുള്ള ചിന്ത. അതുപോലെ തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ ശരീരത്തിന് വിശ്രമം ആവശ്യമുണ്ട്. നമ്മളിങ്ങനെ ഫുൾ ടൈം പണിയെടുക്കാനുള്ളവരല്ല, അങ്ങനെ ജീവിക്കാനുള്ളവരുമല്ല. നമ്മുടെ ശരീരത്തിന് വിശ്രമം ആവശ്യമുണ്ട്. 6 ദിവസം ശരിക്ക് പണിയെടുക്കുക, 7-ാം ദിവസം വിശ്രമിക്കുക. അത് വിശ്രമം എന്ന് പറയുന്നത് ദൈവത്തോടൊത്തായിരിക്കുന്ന, അത് പ്രാർത്ഥനയാകാം, ആത്മീയ ചിന്തകളാകാം, ശരീരത്തിൻ്റെ വിശ്രമം കിട്ടുന്ന ഉറക്കം, അതും ഈ സാബത്തിൽ ദൈവം ആവശ്യപ്പെടുന്നുണ്ട്. അത് ഒരു വിലക്ക് എന്നുള്ളതിനേക്കാളും ഉപരിയായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിൻ്റെ സുസ്ഥിതിക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ച ഒരു നിയമമായിട്ട് അതിനെ മനസ്സിലാക്കണം. അതില്ലാതെ പോകുമ്പോഴാണ് പലപ്പോഴും ഈ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്. ഇപ്പം ഞായറാഴ്ച കുർബാന രാവിലെ, ഇപ്പോൾ പല പള്ളികളിലും പണ്ട് 7:30 ചൊല്ലിക്കൊണ്ടിരുന്ന കുർബാന ഇപ്പോൾ 5:30 ചൊല്ലാൻ തുടങ്ങി. എന്തിനാന്ന് പലരും പറയുന്നത് കേൾക്കാം, രാവിലെ പോയി അതങ്ങ് തീർത്തേച്ച് വരുവാണ്, പിന്നെ വേറെ വല്ല കാര്യം ചെയ്യാമല്ലോ എന്ന് ചിലർ പറയുന്ന കേൾക്കാറുണ്ട്. വാസ്തവത്തിൽ ഈ ഞായറാഴ്ച ആചരണം എന്ന് പറയുന്നത് രാവിലെ പോയി വിശുദ്ധ കുർബാന കാണുന്നത് മാത്രമല്ല, ആ ദിവസം മുഴുവനും വിശ്രമിക്കണം എന്ന അർത്ഥത്തിൽ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന് വേണ്ടി നീക്കി വയ്ക്കപ്പെട്ട ദിവസമാണ്. ദൈവിക കാര്യങ്ങളാകാം, ഉപവിപ്രവർത്തനങ്ങൾ അന്ന് നടത്താം, ഏതെങ്കിലുമൊക്കെ നന്മ പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി നീക്കി വയ്ക്കേണ്ട ദിവസമായി അതിനെ കരുതാം. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഒരു അനാഥാലയം സന്ദർശിച്ച് അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സേവനം ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ
ഒരു മാനസികാരോഗ്യ കേന്ദ്രം സന്ദർശിച്ച് അവിടുത്തെ രോഗികളെ കുളിപ്പിക്കുക, അവരുടെ തുണി അലക്കി കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ആ ദിവസം നീക്കി വയ്ക്കുന്നത് ഗുണകരമാണ്. ടീച്ചർ ചോദിച്ച പോലെ പണിയെടുക്കാവോ എന്ന് ചോദിച്ചാൽ നിയമാനുസൃതം അനുവദിക്കപ്പെട്ടിരിക്കുന്ന പണി ഏതാണ്? ഈ ഒരു വ്യക്തിക്ക് ഞായറാഴ്ചയും കൂടി അധ്വാനിച്ചില്ല എങ്കിൽ ആ വ്യക്തിയുടെ ഉപജീവനം അസാധ്യമാകുന്ന സാഹചര്യമാണുള്ളത് എങ്കിൽ ആ വ്യക്തിക്ക് ഞായറാഴ്ചയും ജോലി ചെയ്യാം എന്നാണ്. ഇപ്പോൾ ഉദാഹരണം, ഞായറാഴ്ചയും കൂടെ റബ്ബർ വെട്ടിയില്ല എങ്കിൽ നിങ്ങളുടെ പിള്ളേർ പട്ടിണി കിടക്കുന്നൊരു സാഹചര്യം ഉണ്ട് എന്ന് വിചാരിക്കും. അത്തരം സന്ദർഭങ്ങളിൽ ഞായറാഴ്ച നിങ്ങൾക്ക് റബ്ബർ വെട്ടാം. അതേസമയം അല്ലാതെ വന്നാൽ നിങ്ങൾക്ക് ഞായറാഴ്ച റബ്ബർ വെട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് കഞ്ഞി കുടിക്കാൻ വകയുണ്ട് എങ്കിൽ നിങ്ങൾ ഞായറാഴ്ച റബ്ബർ വെട്ടാൻ പാടില്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും ആദായ ജോലികളിൽ ഏർപ്പെടാൻ പാടില്ല. അതാണ് വിലക്കപ്പെട്ട ജോലികൾ എന്ന് പറയുന്നത്. ഇപ്രകാരം ജീവസന്ധാരണത്തിന് അനിവാര്യമായ ജോലികൾ അത് വിലക്കപ്പെട്ടിട്ടില്ല. ഉപവിപ്രവർത്തനങ്ങൾ അവ വിലക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളല്ല. അതുപോലെ തന്നെ കർത്താവിൻ്റെ ആലയവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, നിങ്ങൾ മതബോധനം നടത്തുന്നു, സുവിശേഷ പ്രഘോഷണം നടത്തുന്നു, അല്ലെങ്കിൽ അന്ന് പള്ളി മനോഹരമാക്കാൻ വേണ്ടി നിങ്ങൾ അധ്വാനിക്കുന്നു, അത് വിലക്കപ്പെട്ടിട്ടുള്ള കാര്യമല്ല. കർത്താവിൻ്റെ ആലയവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ഉപവിപ്രവർത്തനങ്ങൾ, ജീവസന്ധാരണത്തിന് ആവശ്യമായ അനിവാര്യമായ ജോലികൾ, ഇത്രയും കാര്യങ്ങൾ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാത്ത കാര്യങ്ങളെല്ലാം എന്താണ്? വിലക്കപ്പെട്ടവയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇന്നാൾ ആരോ ചോദിച്ചു, എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന ആകെ കൂടി തുണിയലക്കാൻ കിട്ടുന്നത് ഞായറാഴ്ചയാണ്, ഞായറാഴ്ച തുണിയലക്കാവോ എന്ന് ചോദിച്ചാൽ, അലക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നേലും അവർ അലക്കിയില്ലെങ്കിൽ അവർ ചെല്ലുന്നത് മറ്റുള്ളവർക്ക് ദുരന്തമാകും അല്ലേ? അതുകൊണ്ട് അത്തരം അനിവാര്യമായ കാര്യങ്ങളിൽ പെട്ടതായതുകൊണ്ട് അത് ചെയ്യാം. നിങ്ങൾ അമ്മമാർക്ക് പലപ്പോഴും ഉള്ളതെന്ന് ഞായറാഴ്ചയും വിശ്രമമില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ മനുഷ്യർ ഒരുപക്ഷെ ഈ കേരളത്തിലെ അമ്മമാരായിരിക്കും ഈ ഭൂമിയിലെ ഏറ്റവും കഷ്ടപ്പാടുള്ള അമ്മമാർ. അവർ രാവിലെ കാപ്പി, ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ 10-11 മണിയാകുമ്പോൾ ഒരു ചായയും കൂടെ, ഉച്ചയ്ക്ക് വീണ്ടും തീറ്റ, ഇതെല്ലാം നല്ല ആവി പറക്കുന്ന സാധനമായിരിക്കും. 4 മണിക്ക് അത്താഴം, ഉച്ചയ്ക്കത്തേത് അതേപടി വിളമ്പി കൊടുത്താൽ തിന്നുമോ? ഇല്ല, എല്ലാം ആവി പറക്കുന്ന രീതിയിൽ കിട്ടണം. ഇങ്ങനെ ഞാനൊരു ജർമ്മൻ പള്ളിയിൽ ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു അമ്മാമ്മ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ ഏത് നേരമാണ് ചൂടുള്ള ഭക്ഷണം കഴിക്കുന്നതെന്ന് ചോദിച്ചു. അവർ ദിവസത്തിൽ ഒരു നേരം അവർ ചൂടുള്ളത് കഴിക്കുകയുള്ളൂ, ബാക്കി വല്ല റൊട്ടിയൊക്കെ മുറിച്ച് തിന്നുക, അങ്ങനത്തെയൊക്കെ ഉള്ളൂ, വല്ല പഴം അരിഞ്ഞ് തിന്നുക, ഇതൊക്കെയാണ്. ഞാൻ പറഞ്ഞു ഞങ്ങൾ 4 നേരം ചൂടുള്ളത് തിന്നുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ അമ്മാമ്മയുടെ മറുപടി ഇതായിരുന്നു, നിങ്ങളുടെ നാട്ടിലെ പുരുഷന്മാരെല്ലാം വെടിവെച്ച് കൊല്ലണം, കാരണം ആ പാവം സ്ത്രീകളുടെ കഷ്ടപ്പാട് നിങ്ങൾ അറിയുന്നുണ്ടോ എന്ന് ഈ അമ്മാമ്മ ചോദിച്ചപ്പോൾ എനിക്ക് അന്നാണ് ഞാൻ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയത്. ഈ 4 നേരവും ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്ന നമ്മുടെ അമ്മമാരുടെ ത്യാഗം എത്ര ഭയാനകമാണ് അല്ലേ? ഒരു വേദന തീരും മുമ്പേ മറ്റൊന്ന് വന്നു കഴിഞ്ഞു എന്ന് കുരിശിൻ്റെ വഴി ചൊല്ലുന്നത് പോലെയാണ്. ഒരു നേരത്തെ തീറ്റ കഴിഞ്ഞ് പ്ലേറ്റ് കഴിക്കുന്നതിന് മുമ്പേ അടുത്തതിൻ്റെ പണി തുടങ്ങണം. ആ രീതിയിൽ പണിയെടുക്കുകയാണ്. അത്തരത്തിലുള്ള ഈ അനന്തമായ തീറ്റകൾക്കൊക്കെ ഞായറാഴ്ച ഒരു മാറ്റം വരുത്താവുന്നതാണ്. ഞായറാഴ്ചയെങ്കിലും തലേദിവസം ഒരു റൊട്ടിയൊക്കെ മേടിച്ച് അത് മുറിച്ച് തിന്ന് ഈ അമ്മമാർക്കൊക്കെ ഒരു വിശ്രമം കൊടുക്കണം. അത്താഴത്തിന് പകരമായിട്ട് എന്തെങ്കിലും പുറത്ത് പോയി എന്തെങ്കിലും കഴിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ വിശ്രമവും കൂട്ടായ്മയും വളർത്തുന്നതിന് ഗുണകരമായ കാര്യങ്ങളാണ് എന്നതും കൂടി ചിന്തിക്കുക. അമ്മമാരെ കൂടുതലായി പരിഗണിക്കുകയും അവരെ വിശ്രമിക്കാൻ അനുവദിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഞായറാഴ്ച വീട്ടുകാരെല്ലാവരുടെ പറയും, മമ്മി 6 ദിവസവും കുക്ക് ചെയ്തല്ലേ, ഞായറാഴ്ചത്തെ കുക്കിങ് ഞങ്ങൾ നടത്തിക്കോളാം എന്ന് പറഞ്ഞ് പിള്ളേരും അപ്പനോട് കയറി അന്ന് കുക്ക് ചെയ്താലും അതും സാപത്തിന് ലംഘനമല്ല. അങ്ങനെയൊക്കെയുള്ള ദിവസം ആഴ്ച മുഴുവനും ജോലി ചെയ്യുന്നവർക്ക്
ഒരു നടുനിവർക്കാൻ ഒരു അവസരം ഒരുക്കണം. അതാണ് ഈ സാബത്തിൻ്റെ വിശ്രമത്തിൻ്റെ പിന്നിലെ ആധ്യാത്മികത. അത് നമ്മുടെ അടുക്കളയിലടക്കം പ്രാവർത്തികമാക്കാവുന്ന ഒരു ആധ്യാത്മികതയാണ് എന്ന് തിരിച്ചറിയും. സാമൂഹിക പ്രതിബദ്ധത ആവശ്യപ്പെടുന്ന ചില ജോലികളുണ്ടല്ലോ പിതാവ്. ബസ് പൊതുവാഹനങ്ങൾ ഓടിക്കുക, അല്ലെങ്കിൽ പോലീസ് ഡ്യൂട്ടിയിൽ, അല്ലെങ്കിൽ നേഴ്സ്, അവർക്ക് അന്ന് ഞായറാഴ്ച ഡ്യൂട്ടി ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? കുഴപ്പം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞായറാഴ്ച അല്ലാതെയും ഇവർക്കും അവധി കിട്ടുന്നതാണ് അല്ലേ. സാധിക്കുമെങ്കിൽ അവധി ഞായറാഴ്ച മേടിച്ചെടുക്കാൻ വേണ്ടി നോക്കുക. അതല്ല എങ്കിൽ അവർക്ക് അവധി കിട്ടുന്ന ദിവസം അവർ ആത്മീയ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക. അങ്ങനെ ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ ദൈവത്തെ ഓർക്കാനും തമ്പുരാന് വേണ്ടി നീക്കി വയ്ക്കാനും ഒരു ദിവസവും ഇല്ലാതെ ജീവിക്കാൻ പാടില്ല. വെറുതെ ജോലി ചെയ്യാൻ വേണ്ടിയുള്ളവരല്ല മനുഷ്യർ. മനുഷ്യൻ ദൈവത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. തമ്പുരാനെ അറിഞ്ഞ് സ്നേഹിച്ച് തൻ്റെ പ്രമാണം കാത്ത് നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് മനുഷ്യൻ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അനിവാര്യമായ ജോലികൾ, ഇപ്പോൾ ഞായറാഴ്ച ഒരു വ്യക്തിക്ക് അടിയന്തരമായ ഓപ്പറേഷൻ വേണ്ടി നേഴ്സിനോട് അന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ ഡോക്ടറോട് അടിയന്തരമായി എത്തിച്ചേരാൻ പറഞ്ഞു. തീർച്ചയായും അത് അനിവാര്യമായൊരു ജോലിയാണ്, അത് ചെയ്യണം. അതുപോലെ പൊതുസേവനങ്ങളുടെ തലങ്ങളിൽ ആവശ്യപ്പെടുന്ന ജോലികൾ ചിലപ്പോൾ ക്രൈസ്തവർ ഞായറാഴ്ച ചെയ്യാൻ നിർബന്ധിതരാകും. അത് അനുവദനീയമാണ് താൻ. താങ്ക് യു പിതാവ്. അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, ഷർമി ടീച്ചറാണ്. ടീച്ചറുടെ ചോദ്യം എന്താണ്? പിതാവേ, ഇന്നത്തെ സാഹചര്യത്തിൽ ഞായറാഴ്ച ആചരണം സാധ്യമാവുന്നത് പലർക്കും ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. കാരണം പഠന സാധ്യതയും ജോലിയുമായി പോകുന്നവർ അവരുടെ ഒരു ദിവസം നഷ്ടമാവുമ്പോൾ അവരുടെ തുടർ പഠനവും ജോലിയും നഷ്ടമാവുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സാബത്ത് ആചരണത്തിൽ എന്തെങ്കിലും ഇളവ് ലഭിക്കുമോ? യെസ്, ടീച്ചറിൻ്റെ ചോദ്യം ഇതെന്നാണ്. പഠനവും ജോലിയുമായി പോകുന്നവർക്ക് ഞായറാഴ്ച ഒരു ദിവസം അവധി കിട്ടിയാൽ അവരുടെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടും, തുടർച്ച നഷ്ടപ്പെടും അല്ലേ. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന മനുഷ്യൻ ഇങ്ങനെ കുറേ പണിയെടുക്കാൻ വേണ്ടിയുള്ള എന്തോ ജീവിയാണ് അല്ലേ. അങ്ങനെ ഒരു യന്ത്രമാണ്. ചില യന്ത്രങ്ങൾ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റാർട്ടാക്കാൻ കൂടുതൽ ഇന്ധനം ചിലവാക്കേണ്ടി വരും. ട്രെയിനൊക്കെ ഒരു സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഓഫാക്കിയാൽ അത് പിന്നെ സ്റ്റാർട്ടായി വരണമെങ്കിൽ എന്ത് ചെയ്യണം? കൂടുതൽ ഇന്ധനം ചിലവാക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ട്രെയിൻ സ്റ്റേഷനിൽ അരമണിക്കൂർ നിർത്തിയിടുമ്പോഴും ഇങ്ങനെ കിടകിടാന്ന് ഓണാക്കിക്കൊണ്ട് വെച്ചേക്കുന്നതാണ് അല്ലേ. മനുഷ്യനങ്ങനെ റെയിൽവേയുടെ എൻജിനല്ല, അത് ഇടയ്ക്കൊക്കെ ഒന്ന് ഓഫാക്കുന്നത് നല്ലതാണ്. മനുഷ്യൻ ഈ 7 ദിവസവും 31 ദിവസവും 365 ദിവസവും പഠിക്കുമോ? അങ്ങനെ പഠിക്കാൻ പാടില്ല. അത് ആരോഗ്യത്തിന് കേടാണ്. തലച്ചോറിന് വിശ്രമം കൊടുക്കണം. പണിയാണെങ്കിലും അങ്ങനെ അനന്തമായി പണിയെടുക്കരുത്. രാജ്യത്തെ എല്ലാ വ്യവസ്ഥകളിലും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ആഴ്ചയിൽ ഒരു ദിവസം ജോലിക്കാർക്ക് വിശ്രമം ആവശ്യമുണ്ട്, അത് കൊടുക്കണം. അവന് ശമ്പളത്തോടുകൂടി അവധിക്ക് അവകാശമുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം. അത് നിഷേധിക്കുന്നത് തെറ്റാണ്. അതുകൊണ്ട് പഠിക്കുന്ന പിള്ളേർക്ക് ഞായറാഴ്ച അവധി എടുക്കാൻ പറ്റിയല്ല, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർക്ക് ഞായറാഴ്ച ആചരിക്കാൻ പറ്റിയല്ല എന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാണ്. നമ്മളിങ്ങനെ പഠിച്ച് ഒരു ദിവസവും വിശ്രമമില്ലാതെ പഠിച്ച് അവസാനം വട്ടുപിടിക്കുന്നതാണ് നല്ലത്. ഇടയ്ക്കൊക്കെ ഗ്യാപ്പ് ഇട്ട് പഠിച്ച് സുബോധത്തോടെ ജീവിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് നമ്മൾ ഈ മടിയന്മാരും മടിച്ചികളും പറയുന്ന ഒരു ന്യായമാണ്. പിള്ളേരൊക്കെ പലപ്പോഴും പറയും, ഈ വേദപാഠം ഇല്ലായിരുന്നെങ്കിൽ അന്നേരം കൂടെ പഠിക്കാമായിരുന്നു. അതായത് ആഴ്ചയിലെ 6 ദിവസവും ചുമ്മാ വന്ന് ടി വിയും കണ്ടിരുന്നവനാണ് ഈ പറയുന്നത് വേദപാഠം ഇല്ലായിരുന്നതിൽ പഠിക്കാമായിരുന്നു അല്ലേ. പിള്ളേർ പള്ളിക്കൂടം വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുസ്തകക്കെട്ടെടുത്ത് കട്ടിലോട്ട് എറിഞ്ഞിട്ട് ആദ്യം എടുക്കുന്ന ഏതാണ്? ടി വിയുടെ റിമോട്ട് എടുക്കും. എന്നിട്ട് അവിടെ കിടന്ന് ഒച്ചപ്പാടാണ് മാതാപിതാക്കളുമായിട്ട്. അവനാണ് വന്നിരുന്ന് പറയുന്നത് വേദപാഠം ഇല്ലായിരുന്നേ അന്നേരവും കൂടെ പഠിക്കാമായിരുന്നു എന്ന്. അന്നേരവും കൂടി അവൻ എന്ത് ചെയ്യുമായിരുന്നു? ടി വി കാണുമായിരുന്നു. അത്രയേ ഗുണമുള്ളൂ. അതുകൊണ്ട് പലപ്പോഴും നമുക്ക് ജീവിതത്തിന് കൃത്യതയോ ടൈം ടേബിളോ അതുപോലെ സമയക്രമങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഞായറാഴ്ച ആചരണത്തിൻ്റെ
അല്ലെ ആ വിശുദ്ധ ബലിയുടെയോ മതബോധനത്തിൻ്റെയോ സമയം പോലും വേസ്റ്റാണ് എന്ന് തോന്നുന്നത് ഒരു വ്യക്തിക്ക് ദൈവം എത്രമേൽ ആവശ്യമുള്ളവനാണ് എന്നുള്ള ബോധ്യം നഷ്ടപ്പെടുമ്പോഴാണ്. ഈശോ തന്നെ പറഞ്ഞില്ലേ, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. കർത്താവ് ഭവനം പണിയുന്നില്ല എങ്കിൽ പണിക്കാരധ്വാനിക്കുന്നത് വെറുതെ ഇല്ലേ? നമ്മൾ ഞായറാഴ്ച കുർബാനയില്ല, വേദപാഠം ഇല്ലാതെ പഠിച്ച് ഭയങ്കര പഠിത്തം. നമ്മളിങ്ങനെ ജോലി ചെയ്യും, ഒന്ന് കാലൊടിഞ്ഞാൽ 3 മാസം കിടന്നോളും. അന്നേരം ഈ ജോലി ആരാ ചെയ്യുന്നത്? ഒരു ഡെങ്കിപ്പനി പിടിച്ചാൽ കിടന്നോളും. അത് നമ്മൾ തിരിച്ചറിയേണ്ട എന്താണ്? ദൈവത്തെ കൂടാതെ ജീവിക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്താഗതിയിൽ നിന്നാണ് ഞായറാഴ്ച ആചരണത്തെ പഠനത്തിനും ജോലിക്കും വേണ്ടി വേണ്ട എന്ന് വയ്ക്കണം എന്ന് പറയുന്നതിലൂടെ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നു. പക്ഷേ ടീച്ചർ ചോദിച്ചതിനൊരു ഒരു പ്രായോഗിക മാനമുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു പ്രദേശത്ത് കുഞ്ഞുങ്ങൾക്ക് എൻട്രൻസ് കോച്ചിങ് ഞായറാഴ്ചയാണ്. അന്ന് അവർ പോകാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ ഒരിക്കലും അവർക്ക് ആ വർഷത്തിലെ പരിശീലനം കിട്ടാതെ പോകും. ബാക്കി പിള്ളേർക്ക് അത് കിട്ടുന്നു, ഞങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ. അത്തരം സന്ദർഭങ്ങളിൽ വേദപാഠവും അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയും അതിൻ്റെ സമയങ്ങളും ഈ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ സമയവും പരിഗണിച്ചുകൊണ്ട് വേണ്ട രീതിയിൽ ക്രമീകരണങ്ങൾ വരുത്തി കുഞ്ഞുങ്ങൾക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുത്താത്ത രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഞായറാഴ്ച കുർബാനയും വേദപാഠവും അതുപോലെ ദൈവവിചാരവും ഇല്ലാതെയുള്ള നമ്മുടെ ഈ വ്യഗ്രതകൾ ജീവിതത്തിൽ നമ്മളെ ലക്ഷ്യത്തിൽ എത്തിക്കില്ല എന്ന തിരിച്ചറിവാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ദൈവപ്രമാണങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുകയും ചെയ്ത അഭിവന്ദ്യ മാർ ജോസഫ് പാമ്പ്ളാനി പിതാവിന് ശാലോം TV പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും നല്ല നല്ല ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്ത പൂപ്പറമ്പ് ഇടവകയിലെ മതാധ്യാപകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.